നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. സംസ്ഥാനത്ത് സ്വകാര്യ ബസ് ഉടമകൾ നടത്തിയ പണിമുടക്ക് പൂർണ്ണം. വിദ്യാർത്ഥികളുടെ നിരക്ക് വർധന ഉൾപ്പെടെ ആവശ്യപ്പെട്ടായിരുന്നു സൂചനാ പണിമുടക്ക്. സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് രാത്രി 12-ന് ആരംഭിക്കും. ദേശീയ പണിമുടക്കിന് പിന്തുണ. ജീവനക്കാരും അധ്യാപകരും ധർണ നടത്തി. സെറ്റോയുടെ നേതൃത്വത്തിലായിരുന്നു കൊല്ലം ചിന്നക്കടയിൽ റാലിയും ധർണയും നടത്തിയത്. പത്തനാപുരത്ത് തെരുവുനായ ശല്യം രൂക്ഷം. വേറിട്ട പ്രതിഷേധവുമായി ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷാംഗങ്ങൾ. നായയുമായി പഞ്ചായത്ത് ഓഫീസിലെത്തി പ്രതിഷേധം. മത്സ്യവില്പനക്കാരനെ മത്സ്യലേലക്കാരൻ മർദ്ദിച്ചു. കഴുത്തല സ്വദേശി സലീമിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ പ്രതിഷേധവുമായി മത്സ്യ വ്യാപാരികൾ. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് സ്വകാര്യ ബസ് ഉടമകൾ നടത്തിയ പണിമുടക്ക് പൂർണ്ണം. ഇതേ തുടർന്ന് സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്ന യാത്രക്കാർ ബുദ്ധിമുട്ടിലായി. വിദ്യാർത്ഥികളുടെ നിരക്ക് വർധന ഉൾപ്പെടെ ആവശ്യപ്പെട്ടാണ് സൂചനാ പണിമുടക്ക്. ഇതേസമയം സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് രാത്രി 12-ന് ആരംഭിക്കും. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുക, അനാവശ്യമായി ബസ്സുകൾക്ക് പെറ്റിയടിക്കുന്ന നടപടി അവസാനിപ്പിക്കുക, ദീർഘദൂര സർവീസുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്വകാര്യ ബസ്സുകൾ ഒരു ദിവസത്തെ സൂചനാ പണിമുടക്ക് നടത്തുന്നത്. ബസ് ഉടമകളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാല സമരം നടത്താനാണ് തീരുമാനം. സ്വകാര്യ ബസ് ഉടമ പ്രതിനിധികളുമായി തിങ്കളാഴ്ച മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ നടത്തിയ ചർച്ചകളിൽ തീരുമാനമാകാത്തതിനെ തുടർന്നാണ് സൂചനാ പണിമുടക്ക് നടത്തിയത്. സംയുക്ത ബസ് ഉടമ സമിതിയുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. പണിമുടക്ക് വിവിധ മേഖലകളിലെ ജനങ്ങളുടെ യാത്രയെ സാരമായി തന്നെ ബാധിച്ചു. സ്വകാര്യ ബസ്സുകളെ പ്രധാനമായും ആശ്രയിക്കുന്ന ഉൾനാടൻ മേഖലയിൽ ഉള്ളവരെയാണ് പ്രധാനമായും സ്വകാര്യ ബസ് പണിമുടക്ക് ബാധിച്ചത്. 15-നകം വീണ്ടും ചർച്ച നടത്താമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. തീരുമാനമാകുന്നില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങാനാണ് ബസ് ഉടമകളുടെ തീരുമാനം. ഇതേസമയം കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച ദേശീയ പണിമുടക്ക് നടത്തും. ചൊവ്വാഴ്ച രാത്രി 12 മുതൽ ബുധനാഴ്ച രാത്രി 12 വരെയാണ് പണിമുടക്ക്. ലേബർ കോഡുകൾ പിൻവലിക്കുക, വിലക്കയറ്റം തടയുക, പൊതുമേഖലാ ഓഹരി വിൽപ്പന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയൻ ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. പണിമുടക്കിന് പിന്തുണയുമായി സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും വിവിധ ട്രേഡ് യൂണിയനുകളും രംഗത്തെത്തിയിട്ടുണ്ട്. ഇതോടെ കേരളത്തെ ദേശീയ പണിമുടക്ക് സാരമായി തന്നെ ബാധിക്കാനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, കൊല്ലം. KP റോഡിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. കായംകുളം കൊപ്രാപുരയിലായിരുന്നു അപകടം. കുറത്തിക്കാട് സ്വദേശി ബേബിയാണ് മരിച്ചത്. ഇയാൾക്കൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന രാജന് പരിക്കേറ്റു. കായംകുളം KP റോഡിൽ ടോറസ് ലോറി സ്കൂട്ടറിലിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഒരാൾ മരിച്ചു. കച്ചാനം കുറുത്തിക്കാട് ആഞ്ഞിലിവിളയിൽ ബേബിയാണ് മരിച്ചത്. ബേബിക്കൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന പൊന്നേഴ രാജേഷ് ഭവനത്തിൽ രാജനാണ് പരിക്കേറ്റത്. ഒരേ ദിശയിൽ പോയ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയായിരുന്നു. കായംകുളം പുനലൂർ റോഡിൽ കൊപ്രാപുര ജംഗ്ഷനിലാണ് അപകടമുണ്ടായത്. ന്യൂസ് ബ്യൂറോ, കായംകുളം. നീണ്ടകര ജംഗ്ഷനിൽ കാൽനട അടിപ്പാത വേണമെന്ന ആവശ്യം. പ്രതിഷേധം ശക്തമാക്കാൻ നടപ്പാത സംയുക്ത സമരസമിതി തീരുമാനം. സമരസമിതി നടത്തുന്ന സമരം 30 ദിവസം പിന്നിട്ടു. നീണ്ടകര നടപ്പാത സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് നീണ്ടകര ജംഗ്ഷനിൽ കാൽനട അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ട് സമരം നടക്കുന്നത്. സമരം 30 ദിവസം പിന്നിട്ടതോടെ അടിപ്പാത എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാനും ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനും സംയുക്ത സമരസമിതി തീരുമാനിച്ചു. 30-ാം ദിവസത്തെ സമ്മേളനം ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു. 5000-ഓളം ആളുകൾ സഞ്ചരിക്കുന്ന 3 സ്കൂളുകളുള്ള, അതുപോലെ തന്നെ തൊട്ടടുത്തായി കണ്ണാട്ടുകുടി ക്ഷേത്രമുള്ള, വിശ്വാസികളും ആരാധനാലയങ്ങളും പൊതു സ്ഥാപനങ്ങളും എത്ര സ്ഥാപനങ്ങളാണ് നീണ്ടകരയിലുള്ളത്? ഈ സ്ഥാപനങ്ങളിലേക്ക് എത്തപ്പെടുന്ന തൊഴിലാളികൾ എത്ര പേരാണ്? ഇവിടെ സാധാരണയായി ഈ സെന്ററുകളിലേക്ക് ജോലിക്ക് പോകുമ്പോൾ നമുക്കറിയാം
പ്രത്യേകിച്ച് സ്ത്രീ തൊഴിലാളികൾ രാവിലെ വീട്ടിലെ ജോലിയെല്ലാം ഒതുക്കി എത്രയും പെട്ടെന്ന് ജോലി സ്ഥലത്തേക്ക് എത്താൻ ഓടിയെത്തുമ്പോഴാണ് നമ്മൾ വൻമതിൽ പോലെ നമ്മുടെ പുതിയ നാഷണൽ ഹൈവേ വന്നു നിൽക്കുന്നത്. വീണ്ടും അവർ എത്ര ദൂരം സഞ്ചരിക്കണം അവരെ ആ സ്ഥാപനങ്ങളിലേക്ക് എത്തപ്പെടാൻ? ഇതൊക്കെ ജനകീയമായ വിഷയമായി കാണാൻ ജനപ്രതിനിധികൾ മാത്രമല്ല പൊതുസമൂഹവും തയ്യാറായി മുന്നോട്ട് വരേണ്ടതാണ്. ഈ സമരത്തിന് പൂർണ്ണമായ വിജയമുണ്ടാകുമെന്നതിൽ ഒരു സംശയവും വേണ്ട. കാരണം ഈ സമരം അത്രത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഏറ്റവും കാതലായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരമാണ്. ചെയർമാൻ ആന്റണി ക്രിസ്റ്റഫർ അധ്യക്ഷത വഹിച്ചു. ഫ്രാൻസിസ് സേവിയർ, പുഷ്പരാജൻ, ഷൺമുഖദാസ്, സേവിയർ സെറാഫിൻ, അഡ്വക്കേറ്റ് സജു, ആഗ്നസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. വീട്ടമ്മയെ കടന്നുപിടിച്ച് ആക്രമിക്കാൻ ശ്രമിച്ച യുവാവ് അഞ്ചലിൽ അറസ്റ്റിൽ. ഇടയം അറക്കൽ പുത്തൻ വീട്ടിൽ ബിനുവിനെയാണ് അഞ്ചൽ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസമാണ് സംഭവം. മദ്യപിച്ചെത്തിയ ബിനു വീട്ടമ്മയായ യുവതിയെ കടന്നാക്രമിക്കുകയായിരുന്നു. വീട്ടമ്മയെ കടന്നുപിടിച്ചാക്രമിക്കാൻ ശ്രമിച്ച യുവാവിനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇടയം അറക്കൽ പുത്തൻ വീട്ടിൽ നിക്കർ ബിനു എന്ന് വിളിക്കുന്ന ബിനുവിനെയാണ് അഞ്ചൽ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. മദ്യപിച്ചെത്തിയ ബിനു വീട്ടമ്മയായ യുവതിയെ കടന്നാക്രമിക്കുകയും വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും ചെയ്തു. യുവതിയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് ഇടയത്തു നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. ലഹരിക്കടിമയായ പ്രതി പ്രദേശത്ത് സ്ഥിരം പ്രശ്നക്കാരനാണ്. സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കുകയും പ്രദേശത്ത് അക്രമമുണ്ടാക്കുകയും ചെയ്തതിന്റെ പേരിൽ അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ നിരവധി കേസുകളിൽ ഇയാൾ പ്രതിയാണ്. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി താലൂക്ക് സമ്മേളനം നടത്തി. കുടുംബ സംഗമവും നടന്നു. ചികിത്സാ സഹായ വിതരണം, അനുമോദനം, ആദരവ് എന്നിവയും സംഘടിപ്പിച്ചു. ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി താലൂക്ക് സമ്മേളനവും കുടുംബ സംഗമവും നടത്തി. ചികിത്സാ ധനസഹായം, മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ, അനുമോദനം എന്നിവയും സംഘടിപ്പിച്ചു. തേവലക്കരയിൽ സംഘടിപ്പിച്ച പരിപാടി ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മാർക്കറ്റിലേക്ക് കാശിന്റെ തള്ളിക്കയറ്റം, കാശിന്റെ ചംക്രമണം കുറയും. മാർക്കറ്റിൽ കാശ് വരുന്നില്ല, ഇപ്പൊ ജനങ്ങളുടെ കയ്യിലേക്ക് കാശ് വരും. ഇപ്പോൾ എടുക്കുന്ന ലോണുകൾ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരുന്നു. ഇത് നമ്മളെ പ്രതിസന്ധിയിലാക്കും. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രൈവറ്റ് മേഖലയിലും ഇപ്പോൾ ബാധിക്കുമെന്ന് ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോകുന്നു. അതെല്ലാം മറികടക്കുവാൻ നല്ലൊരു സാമ്പത്തിക സുരക്ഷിതത്വം വരേണ്ട ഒരവസ്ഥ വരുന്നിരിക്കുന്നു. അത് മൊത്തമായിട്ടുള്ള വിഷയങ്ങളാണ്, ബഹുമുഖമായിട്ടുള്ള വിഷയങ്ങൾ എല്ലാം ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു മഹത്തായ സമ്മേളനമാണ് എന്നുള്ളതിലാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി KK ഗോപു മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് രക്ഷാധികാരി സോമൻപിള്ള അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. താലൂക്ക് സെക്രട്ടറി G കൃഷ്ണകുമാർ റിപ്പോർട്ടും താലൂക്ക് ട്രഷറർ R ഹരികൃഷ്ണൻ കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന ട്രഷറർ ജയചന്ദ്രൻ മറ്റപ്പള്ളി ഇൻഷുറൻസ് ബോധവൽക്കരണം നടത്തി. G ശുഭവർമ്മരാജ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. R അശോകൻ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. PR പുഷ്പകുമാർ ID കാർഡ് വിതരണം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് V വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ജോയിന്റ് സെക്രട്ടറി ജോൺ വൈദ്യൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി ബിനു ചെറിയാൻ, J അനിൽ, ഷിബു വർഗീസ്, പങ്കജാക്ഷൻ പിള്ള, അനി വിജയൻ, S അനിരുദ്ധൻ, V വർഗീസ്, R വിജയൻ, PK ലാൽ ബിജു, MR സുരേഷ്, S ചന്ദ്രബാബു, K രാജൻ, ശ്രീലാൽ, അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. സംസ്ഥാനത്ത് സ്വകാര്യ ബസ് ഉടമകൾ നടത്തുന്ന പണിമുടക്ക് പൂർണ്ണം. ഇതേ തുടർന്ന് സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്ന യാത്രക്കാർ ബുദ്ധിമുട്ടിലായി. വിദ്യാർത്ഥികളുടെ നിരക്ക് വർധന ഉൾപ്പെടെ ആവശ്യപ്പെട്ടാണ് സൂചനാ പണിമുടക്ക്. ഇതേസമയം സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് രാത്രി 12-ന് ആരംഭിക്കും. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുക, അനാവശ്യമായി ബസ്സുകൾക്ക് പെറ്റിയടിക്കുന്ന നടപടി അവസാനിപ്പിക്കുക, ദീർഘദൂര സർവീസുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്വകാര്യ ബസ്സുകൾ ഒരു ദിവസത്തെ സൂചനാ പണിമുടക്ക് നടത്തുന്നത്. ബസ് ഉടമകളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാല സമരം നടത്താനാണ് തീരുമാനം. സ്വകാര്യ ബസ് ഉടമ പ്രതിനിധികളുമായി തിങ്കളാഴ്ച മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ നടത്തിയ ചർച്ചകളിൽ തീരുമാനമാകാത്തതിനെ തുടർന്നാണ് സൂചനാ പണിമുടക്ക് നടത്തിയത്. സംയുക്ത ബസ് ഉടമ സമിതിയുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. പണിമുടക്ക് വിവിധ മേഖലകളിലെ ജനങ്ങളുടെ യാത്രയെ സാരമായി തന്നെ ബാധിച്ചു. സ്വകാര്യ ബസ്സുകളെ പ്രധാനമായും ആശ്രയിക്കുന്ന ഉൾനാടൻ മേഖലയിൽ ഉള്ളവരെയാണ് പ്രധാനമായും സ്വകാര്യ ബസ് പണിമുടക്ക് ബാധിച്ചത്. 15-നകം വീണ്ടും ചർച്ച നടത്താമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. തീരുമാനമാകുന്നില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങാനാണ് ബസ് ഉടമകളുടെ തീരുമാനം. ഇതേസമയം കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച ദേശീയ പണിമുടക്ക് നടത്തും. ചൊവ്വാഴ്ച രാത്രി 12 മുതൽ ബുധനാഴ്ച രാത്രി 12 വരെയാണ് പണിമുടക്ക്.
ലേബർ കോഡുകൾ പിൻവലിക്കുക, വിലക്കയറ്റം തടയുക, പൊതുമേഖലാ ഓഹരി വിൽപ്പന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയൻ ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. പണിമുടക്കിന് പിന്തുണയുമായി സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും വിവിധ ട്രേഡ് യൂണിയനുകളും രംഗത്തെത്തിയിട്ടുണ്ട്. ഇതോടെ കേരളത്തെ ദേശീയ പണിമുടക്ക് സാരമായി തന്നെ ബാധിക്കാനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പത്തനാപുരത്ത് തെരുവ് നായ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് വേറിട്ട പ്രതിഷേധവുമായി ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷാംഗങ്ങൾ. നായയുമായി പഞ്ചായത്ത് ഓഫീസിലെത്തിയാണ് ഇവർ പ്രതിഷേധിച്ചത്. പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് സാജു ഖാൻ, ഫാറൂഖ് മുഹമ്മദ്, MS നിവാസ് എന്നിവരാണ് നായയുമായി എത്തിയത്. ഇവരെ പോലീസ് തടഞ്ഞത് വാക്കേറ്റത്തിന് കാരണമായി. ഇതിനകത്ത് പട്ടയം കൊണ്ട് കെട്ടും. ഇവിടെ പോലീസുകാരനെ 2 കോടി രൂപ മുടക്കിയിട്ടാണ് ഈ പട്ടികളെ ഷെൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. മദ്രസകളിൽ പിള്ളേർക്ക് പോകാൻ വയ്യ, അമ്പലങ്ങളിൽ പോകാൻ വയ്യ, ഇവിടെ വെളിയിൽ ഇറങ്ങാൻ വയ്യ. ഈ നാടോട് ആളുകൾക്ക് കച്ചവടം ചെയ്യാം. നാട്ടിലാകെ പട്ടികളാണ്. എവിടെ സെക്രട്ടറി? പറയൂ പഞ്ചായത്തെ. പത്തനാപുരത്ത് തെരുവുനായ ശല്യം രൂക്ഷമായതിനെ തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷാംഗങ്ങൾ നായയുമായി പഞ്ചായത്ത് ഓഫീസിലെത്തി പ്രതിഷേധിച്ചത്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് സാജു ഖാൻ, ഫാറൂഖ് മുഹമ്മദ്, MS നിവാസ് എന്നിവരാണ് നായയുമായി എത്തിയത്. ഇവരെ പോലീസ് തടഞ്ഞത് വാക്കേറ്റത്തിനും കാരണമായി. നാളെ ഞങ്ങള് ഇതിനകത്ത് പട്ടയം കൊണ്ട് കെട്ടും. ഇവിടെ പോലീസുകാരനെ ആരും ഇറങ്ങാകത്തില്ല. കഴിഞ്ഞ ദിവസം നിരവധി പേരെ പ്രദേശത്ത് പേപ്പട്ടി കടിച്ചിരുന്നു. തെരുവ് നായ്ക്കളെ ജനവാസ മേഖലയിൽ നിന്നും പിടിച്ച് കുരിയോട്ടുമലയിൽ പുനരധിവസിപ്പിക്കുന്നതിനായി 2 കോടി രൂപയാണ് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകൾക്ക് നൽകിയിട്ടുള്ളത്. 2023 കൊല്ലം ജില്ലാ പഞ്ചായത്തും പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി 2 കോടി രൂപ ചെലവഴിച്ച് കുരിയോട്ടുമലയിൽ ഒരു റിലീഫ് ഷെൽട്ടർ, അതായത് ഈ തെരുവ് നായ്ക്കളെ പിടിച്ചുകൊണ്ടുപോയി ഈ കുരിയോട്ടുമലയിൽ വിടുകയും അതിന് ആഹാരവും വെള്ളവും കൊടുക്കുകയും അതിന് വാക്സിൻ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതി അട്ടിമറിച്ചിരിക്കുകയാണ്. 2 വർഷക്കാലമായി ഈ പത്തനാപുരത്ത് നടന്ന ദിയാമോളുടെ അടക്കമുള്ള കൊലപാതകം പട്ടിയടിച്ചുള്ള മരണമായി മാത്രം കാണാൻ പറ്റത്തില്ല. അധികാരികളായിട്ടുള്ള CPM ഭരിക്കുന്ന, ഇടതുപക്ഷം ഭരിക്കുന്ന 55 വർഷമായി പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പേപ്പട്ടിയിൽ നിന്നും ആളുകളെ സംരക്ഷിക്കാൻ കഴിയാത്ത യുവമാർ എന്ത് ജനപ്രതിനിധികളാണ്? യുവമാർ എന്ത് രാഷ്ട്രീയ ബോധമുള്ള, എന്ത് പൊതുബോധമുള്ള, എന്ത് സംഘടനയാണ് യുവമാർ? ആരാണ് യുവമാർക്ക് നേതൃത്വം കൊടുക്കുന്നത്? 2 വർഷമായിട്ടും ഇതുവരെ അത് പൂർത്തീകരിച്ചിട്ടില്ലെന്നും തെരുവ് നായ്ക്കളെ വന്ധീകരണം നടത്തുന്നതിനും വാക്സിൻ എടുക്കുന്നതിനുമുള്ള പദ്ധതി പോലും കൃത്യമായി നടപ്പാക്കുന്നില്ലെന്നും കോൺഗ്രസ് അംഗങ്ങൾ ആരോപിച്ചു. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലും പത്തനാപുരം നിയോജക മണ്ഡലത്തിലും കേരളത്തിലാകെ കഴിഞ്ഞ 1 മാസക്കാലമായി പേപ്പട്ടി കടിച്ച് 17 ആളുകളാണ്, കുഞ്ഞുങ്ങളാണ് മരണപ്പെട്ടത്. അതിലൊരാൾ നമ്മുടെ പത്തനാപുരം സ്വദേശിയായ ലിയ എന്ന് പറയുന്ന ഒരു പൊന്നുമോളാണ്. ആ പൊന്നുമോളുടെ അമ്മയുടെ കരച്ചിൽ, ആ വിരാമം, ആ നാടിന്റെ കരച്ചിലിന്റെ വിരാമം നമ്മൾ കണ്ടതാണ്. എത്രമാത്രം ഭീകരമായിരുന്നു എന്ന് നമുക്കറിയാം. ഈ നിൽക്കുന്ന പോലീസിൽ ഒരു സന്തോഷം എന്ന് പറയുന്ന SI ഇവിടെ വന്നിട്ടുണ്ട്. ഈ കടിച്ച പേപ്പട്ടിയുടെ പോലും വകതിരിവില്ലാത്ത ഒരു നാടിയായി ആ SI ഞാൻ കാണുകയാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, എന്റെയും നിങ്ങളുടെയും വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് സ്കൂളിൽ പോകാൻ, നടന്നു പോകാൻ കഴിയുന്നുണ്ടോ? അവർക്ക് മദ്രസയിലോ അമ്പലത്തിലോ പൊതുസ്ഥലത്തോ പോകാൻ കഴിയുന്നുണ്ടോ? കളിസ്ഥലത്തിരിക്കാൻ കഴിയുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം പത്തനാപുരത്തിന്റെ ഹൃദയഭാഗത്ത് 17 പേരെയാണ് പട്ടി കടിച്ചത്. 17 പേരെ പേപ്പട്ടി കടിച്ചു. എന്താണ് ഇവിടെ അധികാരികൾ സ്വീകരിച്ചത്? നമ്മൾ ആളുകൾ വിചാരിക്കും പട്ടിയെ പിടിക്കാനുള്ള നിയമമില്ലെന്ന്. പട്ടിയെ കൊന്നു കളയാനാണ് നിയമമില്ലാത്തത്. പട്ടിയെ വന്ധീകരിക്കാനും പട്ടിയെ റീഷെൽട്ടർ ചെയ്യാനും പദ്ധതിയുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പന്മനയിൽ 1 മാസം മുമ്പ് ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയുടെ വീഡിയോ ഒരു ഹോട്ടലിന്റേത് എന്ന പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. ഈ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ചവറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു.
ചവറ സാമൂഹികാരോഗ്യ കേന്ദ്രവും പന്മന ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ജൂൺ 21-നാണ് പന്മന ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ ഹോട്ടലുകളിൽ പരിശോധന നടത്തിയത്. എന്നാൽ കുറ്റിവട്ടത്തെ ഒരു ഹോട്ടലിലേത് എന്ന പേരിൽ ഇപ്പോൾ ഈ വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. ഈ ഒരു കല്ലിന്റെയും പലകയുടെയും കളർ നോക്ക്. ആഹാര സാധനം അടച്ചു വെച്ചേക്കുന്ന സാധനം ഇത്. ഇത് ആഹാര സാധനം ഇതിന്റെ വേളി എടുത്തു വെച്ചേക്കുമല്ലയോ? ഈ കല്ലിന്റെ പെടുത്തി നോക്കൂ. ഇതുണ്ടോ അടുത്ത വെള്ളം കിടക്കുന്നുണ്ടോ? ഇതിനകത്ത് ഫ്രീസിങ്, നിങ്ങൾക്ക് മടങ്ങും, ഫ്രീസിങ് ഇല്ല ഇതിനകത്ത്. ഇത്തരത്തിലുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമാണ് എന്ന് ചവറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 7 ഹോട്ടലുകളിലായിരുന്നു അന്ന് പരിശോധന നടത്തിയത്. എന്നാൽ കുറ്റിവട്ടത്തെ ഒരു ഹോട്ടലിന്റെ മാത്രം അവസ്ഥ എന്ന പേരിലാണ് ഇപ്പോൾ പ്രചാരണം നടക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ പൊതുജനങ്ങൾ തിരിച്ചറിയണമെന്നാണ് മെഡിക്കൽ ഓഫീസർ അറിയിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ചവറ. സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. PFRDA നിയമം പിൻവലിക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. PFRDA നിയമം പിൻവലിക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, ഫിനാൻസ് ബിൽ പിൻവലിക്കുക, കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന പ്രതികാര നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന വ്യാപകമായി നടത്തിയ സമരത്തിന്റെ ഭാഗമായാണ് ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലും ധർണ സംഘടിപ്പിച്ചത്. KSFE ചെയർമാൻ K. വരദരാജൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ കർഷകർ 1 വർഷക്കാലം നീണ്ടുനിന്ന ചെറുത്തുനിൽപ്പിലൂടെ കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് അതിൽ നിന്നും പിൻവാങ്ങിപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഇന്ത്യയിലെ തൊഴിലാളികൾ നേടിയെടുത്ത അവകാശങ്ങളും ആനുകൂല്യങ്ങളും തിരിച്ചുപിടിക്കാനുള്ള ഏത് ഭരണാധികാരികളുടെയും നയങ്ങളെയും തീരുമാനങ്ങളെയും ഒരേ മനസ്സോടുകൂടി എതിർത്ത് പരാജയപ്പെടുത്തും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നാളെ ദേശവ്യാപകമായി തൊഴിലാളികൾ പണിമുടക്കുന്നത്. നമുക്ക് പണിമുടക്കേണ്ട ആവശ്യമുള്ളവരല്ല, പണിയില്ലിപ്പോ. ആകെ നമുക്കുള്ളത് ഇത്തരം പണികൾ മാത്രമേ ഉള്ളൂ. പക്ഷെ പണിമുടക്കുന്നവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ് നമ്മൾ. ജില്ലാ പ്രസിഡന്റ് G. ചന്ദ്രശേഖരപിള്ള അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി K. രാജേന്ദ്രൻ, വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് സംസ്ഥാന സെക്രട്ടറി S. സുഭാഷ്, KSSPU സംസ്ഥാന വൈസ് പ്രസിഡന്റ് G. ചെല്ലപ്പനാചാരി, K. സമ്പത്കുമാർ, V. ഗിരിജാദേവി, G. സദാനന്ദൻ, KK ശിവശങ്കരപിള്ള, K. രാജൻ, NP ജവഹർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. KSRTCയിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ ആശുപത്രിയിലേക്ക് എത്തിയത്. ആശുപത്രിക്ക് സമീപം പോലീസ് മാർച്ച് തടഞ്ഞു. കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനമായി ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിയത്. മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും ആരോഗ്യമേഖലയിലെ അനാസ്ഥകൾ ഇല്ലാതാക്കണമെന്നും കൊല്ലം ജില്ലാ ആശുപത്രിയെ ജനറൽ ആശുപത്രിയാക്കി ഉയർത്തണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച് നടത്തിയത്. കൊല്ലം അഞ്ചാലുമൂട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. ജില്ലാ ആശുപത്രിക്ക് സമീപം പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിയിടാനും ബാരിക്കേഡിന് മുകളിൽ കയറാനും ശ്രമം നടത്തി. തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗം കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിൽ ഒരിടത്ത് പോലും ഒരു പ്രോഗ്രസീവ് റിപ്പോർട്ടുമില്ല. ഇവര് പറയുന്നു നമ്പർ 1 കേരളം, നമ്പർ 1 ആരോഗ്യ കേരളം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയുമോ കേരളത്തിന്റെ ആരോഗ്യ രംഗത്ത് നടത്തിയ പഠനത്തിൽ വ്യക്തമാകുന്നത് 32% മാത്രമാണ് സർക്കാർ ആശുപത്രികളുമായി ബന്ധപ്പെട്ടുള്ള ആരോഗ്യ രംഗത്തെ സംഭാവന. ബാക്കി 68% കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സയും പ്രതിരോധ പ്രവർത്തനങ്ങളും കൊണ്ട് മാത്രമാണ് കേരളത്തിന് ആരോഗ്യ രംഗത്ത് നമ്പർ 1 ഉണ്ടായത്. കേരളത്തിന് ആരോഗ്യ രംഗത്ത് നമ്പർ 1 ഉണ്ടായത്
കേരളത്തിൽ ആരോഗ്യരംഗം മികച്ചതായത് 2016 പിണറായി വിജയൻ അധികാരത്തിൽ വന്ന് മഴവെറിഞ്ഞ് നിർമ്മിച്ച കേരളമല്ല. ആണോ? കേരളത്തിന്റെ ഐക്യ കേരള രൂപീകരണത്തിന് ശേഷമുള്ള ഗവൺമെന്റുകൾ, വിശേഷിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകളുടെ നിരന്തരവും സക്രിയവുമായ ഇടപെടലുകളുടെ ആരോഗ്യ രംഗത്തെ പൊതുജനത്തിന് അനുഭവവേദ്യമാക്കിയെങ്കിൽ ഈ പിണറായി കാലത്ത് അത് അകന്നു പോകും. കോൺഗ്രസ് ജില്ലാ മണ്ഡലം നേതാക്കൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. KSRTCയിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ ആശുപത്രിയിലേക്ക് എത്തിയത്. ആശുപത്രിക്ക് സമീപം പോലീസ് മാർച്ച് തടഞ്ഞു. മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും പൊതുജനാരോഗ്യ മേഖലയിലെ അനാസ്ഥയ്ക്കെതിരെയുമാണ് പുനലൂർ 5 ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത്. പുനലൂർ TB ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ടൗൺ ചുറ്റി ആശുപത്രി ജംഗ്ഷനിലെത്തിയപ്പോൾ പോലീസ് തടഞ്ഞു. ഇത് പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷത്തിന് ഇടയാക്കി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MM നസീർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗം തകർന്ന് തരിപ്പണമായതോടുകൂടി ഈ സർക്കാരിന്റെ അധപ്പതനം ആരംഭിച്ചുവെന്ന് MM നസീർ കുറ്റപ്പെടുത്തി. നമ്മൾ പൊതുജനാരോഗ്യ രംഗത്ത് 1ാം സ്ഥാനത്ത് തുടരുന്ന സംസ്ഥാനമാണ് കേരളം. കഴിഞ്ഞ 9 വർഷക്കാലമായി പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള കഴിഞ്ഞ 9 വർഷക്കാലം ആരോഗ്യ മേഖല മുഴുവൻ തകർന്നു. വീണ ജോർജ് ഈ പിണറായിക്കും CPM-നും വേണ്ടി ചാനലിൽ കടന്ന് തുതി പാടി ചാനലിൽ നിന്ന് പുറത്ത് ചാടി ഈ മേക്കപ്പും ഈ മുഖസൗന്ദര്യവും ഇതെല്ലാം കൊണ്ടാണ് അവിടെ പത്തനംതിട്ട ആറന്മുള സീറ്റ് നേടിയത്. അവിടെ ജാതിമത സമവാക്യങ്ങളെല്ലാം ഇളക്കി മറിച്ചുകൊണ്ട് ജാതികളെ ഇളക്കി മറിച്ചുകൊണ്ട് നിയമസഭയിലെത്തി. പുനലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് C വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന ഒരു ഇടത് സഹയാത്രികനായ ഡോക്ടറുടെ വെളിപ്പെടുത്തലിലൂടെ തകർന്ന് തരിപ്പണമായി വീണപ്പോൾ കേരളീയ പൊതുസമൂഹത്തിന്റെ ചിത്രം ഇതാണെന്ന് ഈ ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്താനാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് ഇന്ന് പ്രതിഷേധ പരിപാടിയുമായി കടന്നു വന്നിട്ടുള്ളത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഏറ്റവും അവസാനം നടന്ന സംഭവം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേരളീയ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത് ഇടതുപക്ഷ സഖാക്കളുടെ ക്യാപ്സൂളുകൾ നിറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ തിമിരം ബാധിച്ച അവകാശവാദങ്ങളല്ല, മറിച്ച് കേരളത്തിന്റെ സാധാരണക്കാരന്റെ മനസ്സിൽ, അവന്റെ ജീവിതം ദുസ്സഹമായ സാധാരണക്കാരന്റെ മനസ്സിൽ. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് സൈമൺ അലക്സ്, UDF ചെയർമാൻ നെൽസൺ സെബാസ്റ്റ്യൻ, DCC ജനറൽ സെക്രട്ടറി SC സഞ്ജയ് ഖാൻ, 5 ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തോയിത്തല മോഹനൻ, സാബു അലക്സ് എന്നിവർ പങ്കെടുത്തു. DCC ജനറൽ സെക്രട്ടറി അമ്മിണി രാജൻ, PB വേണുഗോപാൽ, അടൂർ N ജയപ്രസാദ്, S നാസർ, KN ബിപിൻകുമാർ, ആയൂബ് വെഞ്ചേമ്പ്, ചിറ്റാലങ്കോട് മോഹനൻ, ഷിബു കൈമണ്ണിൽ, മനോജ് ആര്യങ്കാവ്, സൈനബ ബിവി, KK കുര്യൻ, ഗീവർഗീസ്, ഡെന്നിമോൻ, ജാസ്മി മഞ്ചൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മത്സ്യവിൽപ്പനക്കാരനെ മത്സ്യലേലക്കാരൻ മർദ്ദിച്ചു. തഴുത്തല സ്വദേശി സലീമിനാണ് മർദ്ദനമേറ്റത്. കേടായ മത്സ്യം മാറ്റിത്തരണമെന്നാവശ്യപ്പെട്ടതാണ് മർദ്ദനത്തിന് കാരണമായത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് മത്സ്യവ്യാപാരി ഏകോപന സമിതി, ഫിഷ് സെല്ലേഴ്സ് അസോസിയേഷൻ എന്നിവർ ഹാർബറിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. എൻ്റെ പേര് സലീം എന്നാണ്. ഞങ്ങൾ പൊന്തൽത്താഴ മാർക്കറ്റിലാണ് കച്ചവടമുള്ളത്. പിന്നെ മൈലാപ്പൂർ പുതിച്ചിറ 2 ചന്ത വേറെയുണ്ട്. ചില്ലറ കച്ചവടങ്ങളാണ് അതൊക്കെ. എൻ്റെ മാമാക്ക് വേണ്ടി ഞാൻ മീൻ എടുക്കാൻ വരുന്നത്. എൻ്റെ മാമാക്ക് മീൻ കച്ചവടമുള്ളത്. ഞാൻ ആ വണ്ടി ഓടുകയും മീൻ എടുക്കുകയും ചെയ്യുന്നു. ഇന്നിപ്പോൾ എൻ്റെ കൂടെ മാമ ഉണ്ടായിരുന്നു. മാമ മീൻ എടുക്കാൻ വേണ്ടി നീണ്ടരയിൽ വന്നു. നീണ്ടര വന്ന്
സ്റ്റോറുള്ളതിൻ്റെ പൊള്ളൽ, അതായത് കുട്ടിച്ചൂരയില്ലേ, കുട്ടിച്ചൂര, ചെറിയ ചൂര, എടുത്ത് 110 രൂപ വില പറഞ്ഞ് എടുത്തതാണ്. എടുത്ത് തൂക്കി കൊട്ടയിലേക്ക് തട്ടിയപ്പം ശരീരത്തിലേക്ക് നമ്മൾ തട്ടുമല്ലോ, തട്ടിയപ്പോൾ അതിലുണ്ടായിരുന്നത് വെറും മോശം ചൂരയാണ്. അതിനകത്ത് പഴം പോലിരിക്കുന്ന വെറും ഉടഞ്ഞ ചൂരകൾ അടിയിൽ. അത് സ്ഥിരം പരിപാടിയാണ്. അത് നമ്മൾ അങ്ങനെ 2500 രൂപ വില പറഞ്ഞത്. 110 രൂപ വെച്ച് കുറച്ച് ചില്ലറ പൊള്ളലേ ഉള്ളായിരുന്നു. 2500 രൂപയാണ് പറഞ്ഞത്. 2500 രൂപ 100 രൂപ മാമ കുറച്ചിട്ട് ഈ മീൻ മാറ്റി തരണമെന്ന് പറഞ്ഞു. മീൻ മാറ്റി തരണം, അല്ലെങ്കിൽ പൈസ കുറച്ച് തരണമെന്ന് പറഞ്ഞു. അപ്പം കുറച്ച് മീൻ കൂടുതലുണ്ട്, അതിൽ മോശം കൂടുതലായിട്ടുണ്ട്. ഞങ്ങൾ 5-6 മാറ്റിയുള്ളൂ. അപ്പം ലേലക്കാരൻ അത് പറ്റത്തില്ല, എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് ചൂടാമെന്ന് പറഞ്ഞു. ദേഷ്യപ്പെട്ട് എന്നിട്ട് അയാളെ മാമയുടെ കയ്യിൽ നിന്ന് പൈസ മൊത്തത്തിൽ പിടിച്ചിട്ട് അയാളെ കണക്കിലുള്ള പൈസ എണ്ണി എടുത്തിട്ട് വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു വേണ്ട, മീൻ വേണ്ട, ഞങ്ങൾക്ക് മീൻ വേണ്ട, നിങ്ങൾ കാശ് തിരിച്ചു തരാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഈ മീൻ വേണ്ട. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തഴുത്തല പേലയത്ത് ചേരിയിൽ പള്ളിശ്ശേരിൽ പുത്തൻ വീട്ടിൽ 42കാരനായ സലിമിനാണ് മർദ്ദനമേറ്റത്. ചെറുകിട മത്സ്യവില്പനക്കാരനായ സലിം കഴിഞ്ഞ ദിവസം പുലർച്ചെ നീണ്ടകര ഹാർബറിൽ മത്സ്യം വാങ്ങാനായി എത്തി. ഈ സമയം മത്സ്യലേലക്കാരനായ ജോസഫ് എന്നയാൾ മദ്യലഹരിയിൽ അസഭ്യം പറഞ്ഞു ഉപദ്രവിക്കുകയായിരുന്നു. 2500 രൂപയ്ക്ക് ഒരു കുട്ട മത്സ്യം വാങ്ങിയതിൽ കേടായ മത്സ്യം മാറ്റിത്തരണമെന്ന് ആവശ്യപ്പെട്ടതാണ് മർദ്ദനത്തിന് കാരണമെന്ന് സലിം പറഞ്ഞു. എന്നത്തെ പോലെ തന്നെ ഇന്നലെ മീനെടുക്കാനായിട്ട് നീണ്ടകര ഹാർബറിൽ പോയത്. നീണ്ടകര ഹാർബറിൽ പോയി പിന്നെ ലേലത്തിൽ പങ്കെടുത്ത് അപ്പോൾ സ്റ്റോറുള്ളതിൻ്റെ മീൻ കൊണ്ടുവച്ച് വിൽക്കുകയാണ്. അപ്പം ഇന്നലെ ഒരു വ്യക്തി, ഒരു ലേലക്കാരൻ നിന്ന് ഞാൻ ജോസഫ് എന്നാണ് അറിയപ്പെടുന്നത്. പേര് റെക്കോർഡിക്കലായിട്ടുള്ള പേര് എനിക്കറിയില്ല. അത് അറിയപ്പെടുന്ന പേര് അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ അയാൾ ലേലം വിളിച്ച മീനാണ്. ഞാൻ ലേലം വിളിച്ച് 2500 രൂപയ്ക്ക് മീൻ ലേലം എടുത്ത് കുട്ടയിൽ വെച്ചിട്ടാണ് അവർ ലേലം വിളിക്കുന്നത്. അപ്പോൾ മേളിൽ കാണുന്ന മീൻ നല്ല മീനായിരിക്കും. അത് കണ്ടിട്ടാണ് മീൻ വിളിക്കുന്നത്. മീൻ വിളിച്ച് ലേലം എടുത്തതിന് ശേഷം അത് നമ്മൾ വില പറഞ്ഞ് അതിൻ്റെ ലേലം ഉറപ്പിച്ച് 2500 രൂപ ലേലം ഉറപ്പിച്ച് ആ മീനെടുത്ത് ഇപ്പോൾ ലോഡിങ് നേരെ അത് കൊട്ടയിലേക്ക് മാറ്റിയപ്പോൾ അടിയിൽ കിടന്നത് കഴിക്കുന്നത് വളരെ മോശമായ മീനുമായിട്ട്. അതല്ല ഞങ്ങൾ പറക്കി മാറ്റിയിട്ട് ഈ മീൻ മാറ്റിത്തരണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അയാളുമായിട്ട് വാക്കേർക്കുണ്ടായി. വാക്കേർക്കുണ്ടായി അവർക്ക് മാറ്റിത്തരാൻ പറ്റത്തില്ല. മോശമായ രീതിയിൽ ഒരു നിറയെ ചീത്ത പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നിട്ട് നമ്മളെ കയ്യിൽ നിന്ന് പൈസ അയാൾ പിടിച്ചു വാങ്ങി അയാൾക്ക് 2500 രൂപ അയാൾ എണ്ണ എടുത്തിട്ട് ബാക്കി പൈസ നമ്മളെ പോക്കറ്റിലേക്ക് തിരികെ വെച്ച് വന്നിട്ട് എടുത്തുകൊണ്ട് പോടാ എന്ന് പറഞ്ഞ് അസഭ്യം പറയായിരുന്നു. വളരെ മോശമായ കേട്ടറിക്കുന്ന അസഭ്യങ്ങളാണ് പറഞ്ഞത്. മത്സ്യം മാറ്റിത്തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അസഭ്യം പറയുകയും മർദ്ദിക്കുകയുമായിരുന്നു. പോക്കറ്റിൽ നിന്നും ബലമായി പണം പിടിച്ചു വാങ്ങുകയും ചെയ്തു. തുടർന്ന് മർദ്ദിക്കുകയായിരുന്നെന്ന് ഇദ്ദേഹം പറഞ്ഞു. ജോസഫ് എന്ന് വിളിക്കുന്ന ഒരു ലേലക്കാരനാണ്. ജോസഫ് എന്നാണ് അറിയപ്പെടുന്നത്, ലേലക്കാരനാണ്. അപ്പോൾ ഞാൻ ചെന്നിട്ട് ഞങ്ങൾക്ക് മീൻ വേണ്ട, നിങ്ങളത് മീൻ തിരിച്ചെടുക്കാൻ പറഞ്ഞു. അപ്പോൾ അയാളെ മോനാന്ന് തോന്നുന്നു. അയാൾ വന്ന് ചൂടായി, നിനക്കൊക്കെ വേണം എടുത്താൽ ഇവിടെ ഇതൊക്കെ പറ്റത്തുള്ളൂ, എടുത്തോണ്ട് പോടാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു മീൻ വേണ്ട, നീ അതെങ്ങനെ ഇത് പിടിച്ചു പറയുകയാണോ, നീ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞപ്പം മറ്റേ ആ ലേലം വിളിച്ച ആളെന്ന് എന്നെ ഈ കണ്ണിൻ്റെ ഈ ഭാഗത്ത് ഇടി കൊണ്ട് അത് കഴിഞ്ഞ ആളെന്നെ നെഞ്ചത്ത് ചവിട്ടി. ഇപ്പം വേദനയുണ്ട്. ഇടി കൊണ്ടപ്പോഴത്തെ കണ്ണൊക്കെ പോഞ്ഞു. കുറച്ച് നേരത്തെ 3-4 സെക്കൻഡ് ഞാൻ നിലത്ത് വീണ് എൻ്റെ ബോധം പറയുന്ന പോലെ തോന്നി. ഒരു തലപ്പെരുപ്പ് മയക്കമായിരുന്നു. എഴുന്നേറ്റപ്പോൾ അയാൾ ഓടിക്കളഞ്ഞു. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ അയാൾ ഓടിക്കളഞ്ഞു. മത്സ്യത്തൊഴിലാളികളാണ് സലീമിനെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച മത്സ്യവ്യാപാരികളുടെ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. മത്സ്യവ്യാപാരി ഏകോപന സമിതി, ഫിഷ് സെല്ലേഴ്സ് അസോസിയേഷൻ എന്നിവരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. തോട്ടപ്പള്ളിയിലും പോയിട്ടുണ്ട്, അമ്പലപ്പുഴയും പോയിട്ടുണ്ട്, എല്ലായിടും പോയിട്ടുണ്ട്. അവിടെ ആരും ഒരു ശല്യമില്ല. ഈ നീണ്ടാല് ആരും പോലെ എങ്ങുമില്ല. പെണ്ണുങ്ങളെ ഞങ്ങളെ കൂടെ നിൽക്കണം. ഞങ്ങളെല്ലാരും ഒത്തിരിക്കാനുള്ള ധാരണ അവർക്കുണ്ട്. ലേലക്കാരുടെ ഗുണ്ടായിസം അവസാനിപ്പിക്കണമെന്നും മത്സ്യവ്യാപാരിയെ മർദ്ദിച്ച ലേലക്കാരനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. വരും ദിവസങ്ങളിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമുക്ക് ദോഷം ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇവിടുത്തെ ഗുണ്ടകൾ പെരുമാറുന്നത് എങ്കിൽ ഇതിലും വലിയ പ്രക്ഷോഭവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അതിന് ഈ കെട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് യാതൊരു സംശയവുമില്ല. ന്യൂസ് ബ്യൂറോ, ചവറ. CPM പ്രാദേശിക നേതാവിന്റെ ബന്ധുവിന്റെ വസ്തുവിൽ സംരക്ഷണ ഭിത്തി കെട്ടാൻ സർക്കാർ ഫണ്ടിൽ നിന്നും 5.97 ലക്ഷം രൂപ അനുവദിച്ചു. നാട്ടുകാരുടെ വ്യാജ ഒപ്പിട്ട് നവകേരള സദസ്സിൽ പരാതി നൽകിയാണ് തുക അനുവദിപ്പിച്ചതെന്നാണ് നാട്ടുകാരുടെ പരാതി. നിർമ്മാണം നാട്ടുകാർ തടഞ്ഞു. ഏരൂരിലാണ് സംഭവം. ഇത് കെട്ടുന്ന ഈ പുഷ്പ
എന്ന് പറഞ്ഞാൽ അയാൾ ഇവിടെ പണി ചെയ്തപ്പോൾ പറഞ്ഞത് അയാൾ സ്വന്തം പൈസയ്ക്ക് ചെയ്യുവാണ്. എന്നിട്ട് നമ്മൾ ഒപ്പിട്ട് കൊടുത്തിട്ടൊന്നുമില്ല. ഇയാൾ പറഞ്ഞാൽ നമ്മളെല്ലാവരും ഈ റോഡ് ഇത് പണിയാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെന്ന്. അതെങ്ങനെ കള്ളപ്പ് ഞങ്ങൾ എങ്ങനെ ഒപ്പിട്ട് കൊടുക്കുന്നത്? ഞങ്ങൾ ഒപ്പിടാതെ അങ്ങ് ഒപ്പിട്ട് ഞങ്ങൾ അറിയുക. ഞങ്ങൾ അറിഞ്ഞത് പോലും ഇല്ല. അയാൾ പറഞ്ഞാൽ അയാളുടെ സ്വന്തം പൈസയ്ക്ക് കെട്ടുന്നത്. ഈ ബാനർ കെട്ടിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് സർക്കാർ വേണ്ടി എന്നുള്ള പൈസയാണ്. അങ്ങനെ അയാൾക്ക് സ്വന്തമായിട്ട് ഇവിടെ കെട്ടാൻ പറ്റത്തില്ല. കെട്ടണമെങ്കിൽ നമുക്ക് ഈ 4 വീടുകൾക്കും കെട്ടണം. സ്വന്തമായിട്ട് അത് ചെയ്യാൻ പറ്റത്തില്ല. സ്വന്തമായിട്ട് തന്നെ ചെയ്തോട്ടെ. പക്ഷേ ഈ സർക്കാരിൻ്റെ പൈസ ഞങ്ങൾക്ക് 4 വീടുക്കും കിട്ടിത്തരണം. ഞങ്ങളുടെ വീടെല്ലാം കുഴിയിലായിരിക്കുന്നത്. മഴ പെയ്യുമ്പോൾ മണ്ണിടിച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങുന്നത്, പേടിച്ച് കിടന്നുറങ്ങുന്നത്. ഈ റോഡിൽ കൂടെ വണ്ടികൾ പോകുമ്പോൾ വീടെല്ലായിരുന്നു കുലുങ്ങുക. നാട്ടുകാരുടെ വ്യാജ ഒപ്പിട്ട് നവകേരള സദസ്സിൽ പരാതി നൽകി CPM പ്രാദേശിക നേതാവിൻ്റെ ബന്ധുവിൻ്റെ വസ്തുവിൽ സംരക്ഷണ ഭിത്തി കെട്ടാൻ സർക്കാർ ഫണ്ടിൽ നിന്നും 5.97 ലക്ഷം രൂപ അനുവദിക്കുകയും നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തതാണ് നാട്ടുകാർ തടഞ്ഞത്. ഏരൂർ 7-ാം വാർഡിൽ കിണറ്റിമുക്ക് സ്വദേശിയും CPM പ്രവർത്തകനുമായ പ്രേംസിംഗാണ് നിരവധി കുടുംബങ്ങൾക്ക് മണ്ണിടിച്ചിൽ ഭീഷണിയായി നിൽക്കുന്ന റോഡിൽ നിന്നും 15 അടിയോളം താഴ്ച വരുന്ന സ്ഥലത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ വ്യാജ ഒപ്പിട്ട് പരാതി നൽകിയെന്നാണ് നാട്ടുകാരുടെ പരാതി. സമീപത്ത് 3 വീടുകൾ അപകട ഭീഷണി നേരിടുന്നുണ്ട്. ഇത് നിലനിൽക്കുമ്പോഴാണ് ഒരാളുടെ വസ്തുവിന് മാത്രം സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചതെന്നും ഇത് അനുവദിക്കില്ലെന്നും മറ്റ് 3 കുടുംബങ്ങൾക്ക് കൂടി സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് നാട്ടുകാർ പ്രവർത്തനങ്ങൾ തടഞ്ഞത്. ഇവിടെ 3 വീടുണ്ട്. മൊത്തത്തിൽ 3 വീടും അപകട ഭീഷണിയിൽ തന്നിരിക്കുന്നത്. എല്ലാ വീടും ഇതേപോലെ ഇത്രയും ഭാഗം ഇടിഞ്ഞു കിടപ്പുണ്ട് പ്രകാശിൻ്റെ. അതുകൊണ്ട് പിന്നെ എന്താണ്ട് ഈ വീട് തന്നെ അതേപോലെ അപകട ഭീഷണിയിലാണ്. അങ്ങനെ 3 വീടിൻ്റെയും പിന്നെ റോഡിൻ്റെ ഭിത്തി കെട്ടണമെന്നുള്ള അതാ നമ്മൾ പറയുന്നത്. ഇത് മാത്രം കെട്ടാൻ നമ്മൾ അനുവദിക്കുക. 3 വീടിൻ്റെ സംരക്ഷണ ഭിത്തി കെട്ടണം. റോഡിൻ്റെ വീടിൻ്റെ അല്ല, ഈ വീട് അപകടത്തിൽ നിന്ന് മാറ്റിയെടുക്കുക. ഫണ്ട് അനുവദിച്ച സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് സമീപത്ത് ഫ്ലക്സ് ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. റോഡിൽ നിന്നും 15 അടിയോളം താഴ്ച വരുന്ന 4 വീടുകളുടെയും അപകട ഭീഷണി ഒഴിവാക്കാൻ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് നവകേരള സദസ്സിൽ നൽകിയ പരാതിയെ തുടർന്നാണ് ഫണ്ട് അനുവദിച്ചതെന്നും 4 വീടുകൾക്കും സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകാനുള്ള പ്രവർത്തനമാണ് ആരംഭിച്ചതെന്നും ആരോപണ വിധേയനായ പ്രേംസിംഗ് പറഞ്ഞു. അവർ പറയുന്നത് 3 വീടല്ല, ഇത് മാത്രമേ ഉള്ളതാണ് പറയുന്നത്. അല്ലല്ല, അതൊക്കെ എസ്റ്റിമേറ്റ്. അത് ബന്ധപ്പെട്ട AU-ആയിട്ടാണ്. ഇത് എനിക്കിതിനകത്ത് വേറെ റോളൊന്നുമില്ല. ബന്ധപ്പെട്ട PWD ആണ് വർക്ക് ചെയ്യിക്കുന്നത്. അത് 5 AU-ആയിട്ട് ബന്ധപ്പെടുമ്പോൾ എൻ്റെ എസ്റ്റിമേറ്റ് ഉൾപ്പെടെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഉള്ള എസ്റ്റിമേറ്റ് ഞാൻ ശ്രീ മൊയ്തു അവർക്ക് ഞാൻ അയച്ചിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് പരിശോധിക്കാം. അതിനോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിന് ശരിക്കും മറുപടി തരേണ്ടത്. ഏരൂർ നമ്മുടെ പുല്ലൂർ MLA ശ്രീ സുബാലിൻ്റെ ഒരു പ്രത്യേക ഒരു ഇടപെടൽ കൊണ്ടാണ് ഈ ഫണ്ട് പെട്ടെന്ന് അനുവദിക്കാൻ കാരണവും. അത് അദ്ദേഹം എനിക്ക് കത്ത് തരികയും അത് കണക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ PA നിരന്തരം ഇടപെട്ടുമാണ് ഈ വർക്ക് ഇപ്പോൾ ഇവിടെ സാക്ഷനായിട്ടുള്ളത്. ഞാനിവിടെ വരുമ്പോൾ വർക്ക് നിർത്തിവെച്ച് തടയുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനിവിടെ വരുന്നത്. അപ്പോൾ അന്ന് കാണുമ്പോൾ നിർഭാഗ്യവരെ ഒന്ന് പറയട്ടെ, ഇവിടെ CPIയുടെ നേതൃത്വത്തിൽ CPIയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് ഇവിടെ വർക്ക് നിർത്തി വെപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എനിക്കൊന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ, ഇത് ഞാൻ ഈ വർക്ക് ചെയ്യുന്ന സമയത്തൊരു ബ്രാഞ്ച് സെക്രട്ടറി പോലുമല്ല, CPM-ൻ്റെ ബ്രാഞ്ച് മെമ്പറായിരുന്നു. അതിൻ്റെ ലോക്കൽ കമ്മിറ്റി പിരിച്ചുവിട്ട് ഇവിടെ വന്ന് ബ്രാഞ്ച് മെമ്പറായിട്ടിരിക്കുന്ന ഞാൻ നവകേരള സദസ്സിൽ ഒരു പരാതി കൊടുത്തു. എൻ്റെ ഭാര്യയുടെ സഹോദരൻ്റെ പേരിലാണ് ഈ വീട് മേടിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീടാണ്. അദ്ദേഹം ഇപ്പോൾ ഹൈദരാബാദിലാണ് ജോലി. അപ്പോൾ എന്തായിരുന്നാലും ഇവിടെ ഏതൊരു വ്യക്തി വന്ന് വീണാലും അപകടം സുരക്ഷിതമാണ്. അപ്പോൾ എനിക്കുള്ള പേരിൽ ഇവിടെ ഒരു വീടില്ല. അപ്പോൾ ഒന്നാമത് 2, ഞാൻ ഈ വീട് മേടിക്കുമ്പോൾ സമയത്ത് ഈ അപേക്ഷ കൊടുക്കുന്ന സമയത്തും ഞാൻ പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറോ ബ്രാഞ്ച് സെക്രട്ടറി പോലുമല്ല. ഇപ്പോഴും ഞാൻ പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നും ഞാൻ ഈ ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കും. എന്നാൽ ഒരാളുടെ വീടിന് വേണ്ടി മാത്രം സംരക്ഷണ ഭിത്തി നിർമ്മാണം നടത്തുന്നത് ശരിയല്ലെന്നും മറ്റ് 3 കുടുംബങ്ങൾക്ക് കൂടി സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. പ്രദേശവാസികൾ അനുസരിച്ച് ഒരു പ്രദേശത്ത് നല്ല പ്രവർത്തനം വരാനും അപകട ഭീഷണി ഒഴിവാക്കാനും വേണ്ടി ഒരു പൊതുപ്രവർത്തനം ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഉറച്ചു നിൽക്കുന്നത് നാളെ ഇത്തരം പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും. ഒരിക്കലുമില്ല. എനിക്ക് അങ്ങനെ ഉണ്ട്. ഞാൻ ഈ വീടിന്റെ പണി, എൻ്റെ അളിയന്റെ വീടിന്റെ പണി ചെയ്താൽ 5 പൈസ കയ്യിലില്ലാത്ത ഇത് കിളയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ കുഞ്ഞൊന്നിടത്ത് ഞാൻ ചോദിച്ചപ്പോൾ അണ്ണൻ പറഞ്ഞു ഞാൻ എൻ്റെ സ്വന്തം പൈസക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞു. അല്ല, അതിനകത്ത് എനിക്കൊന്നും പറയാനില്ല. ഞാൻ സ്വന്തം പൈസക്ക് ഞാനും കൂടെ എന്നിട്ട് ഞാനും കൂടെ കൂടെ നിന്ന് കിളയ്ക്കും. കാരണം ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.
ദേശീയ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച് ജീവനക്കാരും അധ്യാപകരും റാലി നടത്തി. സെറ്റോയുടെ നേതൃത്വത്തിലാണ് റാലി സംഘടിപ്പിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെയാണ് ബുധനാഴ്ച ദേശീയ പണിമുടക്ക് നടത്തുന്നത്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ രാജ്യത്തെ ട്രേഡ് യൂണിയനുകളും കേന്ദ്ര സംസ്ഥാന സർക്കാർ പൊതുമേഖലാ സ്ഥാപന ജീവനക്കാരുടെ സംഘടനകളും സ്വതന്ത്ര ഫെഡറേഷനുകളും സംയുക്തമായി ജൂലൈ 9 നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ അധ്യാപകരും ജീവനക്കാരും പണിമുടക്ക് റാലി നടത്തി. കൊല്ലം സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രകടനത്തിന് ശേഷം നടന്ന യോഗം കേരള NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. അസംഘടിത മേഖലയിലെ തൊഴിലാളികളാണ്. സംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കടക്കം വലിയ തോതിലുള്ള അവരുടെ തൊഴിൽ സുരക്ഷിതത്വത്തിന്, ജീവിത സുരക്ഷിതത്വത്തിന് ഭീഷണിയാകുന്ന തരത്തിലാണ് ലേബർ കോഡുകൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നിരന്തരമായ പ്രക്ഷോഭങ്ങളിലൂടെയും പോരാട്ടങ്ങളിലൂടെയും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് നേർക്കുനേർ പോരാടി ഇന്ത്യയിലെ തൊഴിലാളി വർഗം നേടിയെടുത്ത 8 മണിക്കൂർ ജോലി എന്നുള്ള അവകാശം, സംഘടിക്കാനുള്ള അവകാശം, മിനിമം കൂലി എന്നുള്ള അവകാശം, ബോണസിന് വേണ്ടിയിട്ടുള്ള അവകാശം, ഇത്തരത്തിലുള്ള പരിമിതമായ തൊഴിലാളികളുടെ അവകാശങ്ങൾ എല്ലാം കവർന്നെടുക്കപ്പെടുകയാണ്. 2019-20 കാലഘട്ടത്തിൽ ലേബർ കോഡുകൾ പാസാക്കിയെങ്കിലും ആ ലേബർ കോഡുകൾ നടപ്പിലാക്കുന്നതിനാവശ്യമായിട്ടുള്ള ചട്ടങ്ങൾ രൂപപ്പെടുത്താൻ ഈ രാജ്യത്തിലെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞില്ല. എന്താ കഴിയാത്തത്? നമ്മുടെ രാജ്യത്തിലെ തൊഴിലാളി വർഗം നടത്തിയ നിരന്തരമായ പ്രക്ഷോഭങ്ങളെയും പോരാട്ടങ്ങളെയും തുടർന്ന് അതിന് കഴിയാത്ത സാഹചര്യമുണ്ടായി. ആക്ഷൻ കൗൺസിൽ ജില്ലാ ചെയർമാൻ ബി സജീവ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കൺവീനർ സി ഗാദ, PSC എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി ജെ അനീഷ്, KGOA സംസ്ഥാന ട്രഷറർ എ ബിന്ദു, NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി VR അജു, ജില്ലാ പ്രസിഡന്റ് B സുജിത്ത്, സംസ്ഥാന കമ്മിറ്റി അംഗം R രമ്യ മോഹൻ, KSTA ജില്ലാ പ്രസിഡന്റ് K മധുകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം J ശശികല, KGOA ജില്ലാ സെക്രട്ടറി AR രാജേഷ്, ജില്ലാ പ്രസിഡന്റ് A അജി, സംസ്ഥാന കമ്മിറ്റി അംഗം P മിനിമോൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന പാതയിൽ അപകടക്കെണിയായി കുഴികൾ. അധികൃതർക്ക് മിണ്ടാട്ടമില്ല. കൊട്ടാരക്കര ഭരണിക്കാവ് പ്രധാന പാതയിൽ ഇടിഞ്ഞക്കുഴി ജംഗ്ഷന് സമീപമാണ് കുഴികളും വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുള്ളത്. ഇവിടെ അപകടങ്ങളും പതിവാണ്. പ്രധാന റോഡിൽ വേഗതയിലെത്തുന്ന വാഹനങ്ങൾ അടുത്തു വരുമ്പോഴാണ് വെള്ളക്കെട്ടും കുഴികളും കാണുന്നത്. പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നത് മൂലം ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നതും ഇവിടെ പതിവാണ്. നിരവധി തവണ ഇതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. റോഡിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് അടിയന്തരമായി അപകടാവസ്ഥ ഒഴിവാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പോരുവഴി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജേഷ് പരവിള പറഞ്ഞു. സിനിമാപ്പറമ്പ് മുതൽ കൊട്ടാരക്കര റോഡാണ് ഈ കാണുന്നത്. സിനിമാപ്പറമ്പ് മുതൽ കൊളിക്കൽ വരെയുള്ള എൻ്റെ വാർഡിൽ കൂടെ കടന്നു പോകുന്ന ഈ ഭാഗമാണിത്. ഇത് ഇടിഞ്ഞക്കുഴി ജംഗ്ഷൻ, അതായത് ആനയിരിക്കണം ഇവിടെ ഉണ്ടായിട്ടുള്ള രൂക്ഷമായ ഒരു കുഴിയാണ് മെയിൻ റോഡിൽ. ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചക്കകത്ത് 7-8 അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പൊതുജനം, അതായത് സാധാരണക്കാർ പരാതി പറയുന്നത് വാർഡ് മെമ്പർമാരോടാണ്. എൻ്റെ അടുത്ത് നിരവധി ആൾക്കാരാണ് പരാതിയുമായി ദിവസവും വരുന്നത്. ഉണ്ടായ അപകടങ്ങളെക്കുറിച്ച് പറയുന്നതിനും ഈ അപകടത്തിലുണ്ടായ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഈ നാട്ടിലത്തെ കച്ചവടക്കാരും നാട്ടുകാരുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് PWയുടെ ഉദ്യോഗസ്ഥരെ സമീപിച്ചപ്പോഴാണ് ഇത് KRFBയുടെ പദ്ധതിയിൽപ്പെട്ട റോഡാണെന്നും അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകളെ നമ്പർ തരികയും ഞാൻ അവരെ വിളിച്ച് വിവരങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. നടന്ന അപകടങ്ങളും ഈ വെള്ളക്കെട്ടും അതിൻ്റെ വീഡിയോയും ഫോട്ടോയും ഉൾപ്പെടെ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു പ്രവർത്തനവും ഒരു നടപടിയും ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. വനമഹോത്സവത്തിന്റെ ഭാഗമായി ഹരിത സഞ്ചാരം നടത്തി. ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC, കൊല്ലം ഫോറസ്റ്റ് ഡിവിഷൻ എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC യൂണിറ്റിന്റെയും കൊല്ലം ഫോറസ്റ്റ് ഡിവിഷന്റെയും നേതൃത്വത്തിലാണ് ഹരിത സഞ്ചാരത്തിന് തുടക്കമായത്.
മനുഷ്യന്റെ ഓരോ കാൽവയ്പും പ്രകൃതിയിലേക്കുള്ള കരുതലാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. സീനിയർ അസിസ്റ്റന്റ് ആനന്ദ ജോത്സല ഹരിതസഞ്ചാരം ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ മുഹമ്മദ് കുഞ്ഞസ്, ACP CPO S രാജേന്ദ്രൻ, സ്റ്റാഫ് സെക്രട്ടറി സരിത GS, സ്കൂൾ കൗൺസിലർ ആതിര ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചവറ. കരുനാഗപ്പള്ളി താലൂക്ക് തല വായനാ പക്ഷാചരണം സമാപിച്ചു. ചവറ GHSലാണ് പക്ഷാചരണത്തിന്റെ സമാപനം സംഘടിപ്പിച്ചത്. കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തിവന്ന വായനാ പക്ഷാചരണത്തിനാണ് സമാപനമായത്. താലൂക്ക് തല വായനാ പക്ഷാചരണത്തിന്റെ സമാപനം ചവറ GHSൽ നടന്നു. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം നിർവഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് അനിൽ പുത്തേഴം അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി PK ഗോപാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജയപ്രകാശ് മേനോൻ IB ദാസ് അനുസ്മരണം നടത്തി. ജില്ലാ കൗൺസിൽ അംഗങ്ങളായ P ദീപു, വട്ടത്തറ ശ്രീകുമാർ, പ്രഥമാധ്യാപിക അജിതകുമാരി, താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം രഘുനാഥ്, അനിൽകുമാർ, KV ദിലീപ് കുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് സ്വകാര്യ ബസ് ഉടമകൾ നടത്തിയ പണിമുടക്ക് പൂർണ്ണം. വിദ്യാർത്ഥികളുടെ നിരക്ക് വർധന ഉൾപ്പെടെ ആവശ്യപ്പെട്ടായിരുന്നു സൂചനാ പണിമുടക്ക്. സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് രാത്രി 12-ന് ആരംഭിക്കും. ദേശീയ പണിമുടക്കിന് പിന്തുണ. ജീവനക്കാരും അധ്യാപകരും ധർണ നടത്തി. സെപ്റ്റോയുടെ നേതൃത്വത്തിലായിരുന്നു കൊല്ലം ചിന്നക്കടയിൽ റാലിയും ധർണയും നടത്തിയത്. പത്തനാപുരത്ത് തെരുവുനായ ശല്യം രൂക്ഷം. വേറിട്ട പ്രതിഷേധവുമായി ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷാംഗങ്ങൾ. നായയുമായി പഞ്ചായത്ത് ഓഫീസിലെത്തി പ്രതിഷേധം. മത്സ്യവില്പനക്കാരനെ മത്സ്യലേലക്കാരൻ മർദ്ദിച്ചു. കഴുത്തല സ്വദേശി സലീമിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ പ്രതിഷേധവുമായി മത്സ്യ വ്യാപാരികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.